ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. വേദിയിലുള്ള നമ്മുടെ പള്ളിയിലെ മുദർരിസും നമ്മുടെ നാടിൻ്റെ അവലംബവുമായ പ്രിയപ്പെട്ട അബൂ സ്വാലിഹ് ഉസ്താദ് അവർകൾ, അതേപോലെ നമ്മുടെ നാട്ടിൻ്റെ പരിസരത്തുള്ള നമ്മുടെ ഗുണകാംക്ഷികളായ മുദർരിസുമാർ, ഉസ്താദുമാർ, ഖത്തീബുമാർ, നമ്മുടെ വേദിയിലുള്ള നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട EP അബൂബക്കർ മുസ്ലിയാർ അവർകൾ, നമ്മുടെ വേദിയിലുള്ള നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഉമറാക്കളെ, സദസ്സിലുള്ള എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ട് മൂന്ന് വർഷം നീണ്ടുനിന്ന പണികളെല്ലാം പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ പള്ളി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനമാണ് ഇന്നത്തെ ദിവസം. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആലക്കാണ് എല്ലാ സ്തുതിയും. നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി ഒന്ന് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന തരത്തിൽ ആക്കി തീർക്കാൻ അല്ലാഹു തആല സഹായിച്ചു. അതിൻ്റെ പിന്നിൽ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച ആളുകളുണ്ടോ ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അർഹമായ ജസ അല്ലാഹു തആല ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മബാപ്പമാർക്ക് വേണ്ടിയും അവരുടെ ബന്ധുജനങ്ങൾക്ക് വേണ്ടിയും എല്ലാം നീയത്താക്കിക്കൊണ്ട് ധാരാളം ആളുകൾ ഈ പള്ളിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലങ്ങൾ ആ മരണപ്പെട്ടു പോയവരുടെ ബർസഖി ലോകത്ത് കിടക്കുന്ന അവരുടെ അരികിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന ഓരോരുത്തരുടെയും നമസ്കാരങ്ങളുടെയും ഓത്തിൻ്റെയും തസ്ബീഹിൻ്റെയും സ്വലാത്തിൻ്റെയും തഹ്ലീലിൻ്റെയും റാത്തീബിൻ്റെയും ഓരോരോ ഹർഫുകൾ കണക്കെ അല്ലാഹു തആല അർഹമായ ജസ അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആലാൻ്റെ പള്ളി ഒരു നാട്ടിൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് അതിൽ നമസ്കാരം കൊണ്ടും മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടും ഇമാറത്ത് ചെയ്യുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു ദഅവത്താണ് എന്ന് ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും മുസ്ലിങ്ങളായ ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നും മറ്റിതര സമുദായങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നതായ ഒരു ദഅവത്തിൻ്റെ മാർഗമാണ് നമ്മുടെ പള്ളി. അതേപോലെ നമ്മുടെ ബാങ്ക്, ജമാഅത്തായ നിസ്കാരങ്ങൾ, ജുമുഅ നമസ്കാരങ്ങൾ, ഖുതുബ, പെരുന്നാൾ നിസ്കാരങ്ങൾ, ഇനി ഗ്രഹണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാകുമ്പോൾ നടക്കുന്ന ഗ്രഹണ നമസ്കാരങ്ങൾ, ഇങ്ങനെ കൂട്ടായി നടക്കുന്ന നമസ്കാരങ്ങളെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ദഅവത്താണ്. ഒരാളോട് പോയി ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഇവിടെയുണ്ട്, അതാണ് ശരിയായ മതം, അതുകൊണ്ട് ആ മതത്തിലേക്ക് നിങ്ങളെല്ലാവരും വരണം, നിങ്ങളുടേതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറ്റൊരു മതസ്ഥനെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഈ പള്ളിയും ഈ ബാങ്കും ഈ ജമാഅത്തും ജുമുഅയും എല്ലാം നമ്മൾ നടത്തുമ്പോൾ തന്നെ
നിർമ്മിക്കപ്പെട്ടതായ ഈ പള്ളി ശരിയാം വിധം ഇതിൽ ജമാഅത്ത് നടത്താൻ വേണ്ടി ശ്രമിക്കുക, ഇവിടെ വന്നിരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കുക, അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന മജ്ലിസുകൾ അതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ പള്ളിയെ ഇമാറത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇതെല്ലാം തന്നെ ദീനുൽ ഇസ്ലാം ഇവിടെ ഉണ്ട് എന്നും ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നും മറ്റുള്ളവർക്ക് അറിയാനുള്ള നല്ല ഒരു മാർഗമാണ്. ഈ ഒരു ദഅവത്ത് കൊണ്ട് മറ്റൊരു പ്രശ്നവും മറ്റ് സമുദായക്കാരുടെ മുമ്പിൽ നമുക്ക് വരാനില്ല. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ദീനിൻ്റെ ദഅവത്ത് നടക്കുകയും ചെയ്യും. നമ്മുടെ ഇബാദത്തുകൾ മുടങ്ങാതെ നമ്മുടെ നാടിന് ഐശ്വര്യമായ വിധത്തിൽ അതും നടക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ച നല്ല ഒരു ദഅവത്തിൻ്റെ മാർഗമാണ് ഇത്. നമ്മുടെ മദ്രസ, ഈ മദ്രസയിലും വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുകയുണ്ടായി. സൗകര്യങ്ങളെല്ലാം കൂട്ടി നമ്മുടെ മക്കൾക്ക് സൗകര്യപ്രദമായ വിധത്തിൽ ഇരിക്കാനും ക്ലാസ്സുകൾ നടത്താനുമൊക്കെ സൗകര്യമാകുന്ന വിധത്തിൽ പല പണികളും ഇവിടെ നടന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ച ധാരാളം ആളുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കും അർഹമായ ജസ നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ ഒരു പള്ളിയുടെ പ്രത്യേകതയായി ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അതറിയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ചുരുക്കിക്കൊണ്ട് പറഞ്ഞ് ഞാൻ എൻ്റെ ഉദ്ഘാടന സംസാരം അവസാനിപ്പിക്കും. ഒരു നാട്ടിലുള്ള സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ഒരു കള്ളത്തരവുമില്ലാതെ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ സത്യസന്ധമായി കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കള്ളത്തരത്തിലൂടെയും പൂഴ്ത്തുവെപ്പിലൂടെയും പലതരത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന ധാരാളം കച്ചവടക്കാരുണ്ട്. പക്ഷേ അദ്ദേഹം അതിലേക്കൊന്നും പോവുകയില്ല. വളരെ സത്യസന്ധമായി മാത്രമേ അദ്ദേഹം കച്ചവടം ചെയ്യുകയുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. കച്ചവടം എന്നുള്ളതും കച്ചവടക്കാരനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ ആഖിറത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നതായ ശ്രേഷ്ഠതകളുമെല്ലാം മനസ്സിലാക്കി. അല്ലെങ്കിൽ കച്ചവടത്തിൽ കള്ളത്തരം നടത്തിക്കഴിഞ്ഞാൽ, വഞ്ചന കാണിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ പേടിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സത്യസന്ധമായി കച്ചവടം നടത്തുന്നു. അതിനു വേണ്ടി വളരെയധികം അദ്ദേഹം പാടുപെടുന്നുണ്ട്. അദ്ദേഹത്തിന് ലാഭം കുറവാണ്, വീട്ടിലുള്ള പ്രയാസങ്ങളുണ്ട്, എല്ലാം അദ്ദേഹം അവഗണിച്ചുകൊണ്ട് കച്ചവടത്തിൽ യാതൊരു മാറ്റവും അദ്ദേഹം വരുത്താതെ അദ്ദേഹം ധാരാളം കാലം കച്ചവടം ചെയ്യും. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ കച്ചവട രംഗത്തേക്ക് ഇറങ്ങി. അദ്ദേഹവും അതുപോലെ കച്ചവടം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. നാട്ടിലുള്ള പല ആളുകളും, തൻ്റെ സുഹൃത്തുക്കളായ ധാരാളം ആളുകൾ കച്ചവടം ചെയ്ത് നല്ല രീതിയിൽ പണമുണ്ടാക്കുന്നത് അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം കാണുമ്പോൾ എങ്ങനെയാണ് ഇവർ പണമുണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം അന്വേഷിച്ചു നോക്കുമ്പോൾ പല വഞ്ചനകൾ, ചെറിയ ചെറിയ വഞ്ചനകൾ, സാധനം വാങ്ങാൻ വേണ്ടി വരുന്നതായ ആളുകൾ അറിയാത്ത രീതിയിലുള്ള ചില കള്ളത്തരങ്ങളൊക്കെ കാട്ടിക്കൊണ്ടാണ് അവരെല്ലാവരും പണമുണ്ടാക്കുന്നത്. ഇങ്ങനെ പണം കിട്ടുന്നത് കൊണ്ട് വീട്ടിലുള്ള ദാരിദ്ര്യം തീരും, വീട്ടുകാരുടെയും മക്കളുടെയും ആവശ്യങ്ങൾ അവകളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിലെല്ലാം അദ്ദേഹം ആകൃഷ്ടനായി ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ കള്ളത്തരങ്ങളും വഞ്ചനകളും അദ്ദേഹം ചെയ്യാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഇങ്ങനെ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവായ സത്യസന്ധനായ ആ കച്ചവടക്കാരൻ അറിഞ്ഞാൽ എത്രത്തോളം വിഷമമായിരിക്കും അദ്ദേഹത്തിനുണ്ടാകും. എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് തൻ്റെ കച്ചവടം ഈ രീതിയിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും ഇഷ്ടപ്പെട്ടതായ രീതിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടത് എത്രയാണെന്ന് അദ്ദേഹത്തിനറിയാം. ആ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ മകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷമം എത്രത്തോളയായിരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരമകൻ കച്ചവട രംഗത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഇറങ്ങിയപ്പോൾ നാട്ടിൽ നടക്കുന്ന കച്ചവടക്കാരുടെ സ്ഥിതിയെല്ലാം നോക്കുമ്പോൾ പരസ്യമായും രഹസ്യമായും എല്ലാം വഞ്ചനകൾ ധാരാളം നടത്തിക്കൊണ്ട് വലിയ വലിയ സംഖ്യകൾ സമ്പാദിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് അവരെപ്പോലെ തന്നെ
വലിയ വഞ്ചനകൾ നടത്തിക്കൊണ്ട് വൻ സംഖ്യകൾ അദ്ദേഹം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ പറ്റേ പിഴച്ചുപോയ ആ കച്ചവടം കാണുമ്പോൾ ഈ വെല്ലിപ്പയാകുന്ന പിതാമഹനാകുന്ന ആ വൃദ്ധനായ അദ്ദേഹത്തിന് എത്രത്തോളം വിഷമമായിരിക്കുമുണ്ടാവും. സത്യം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടതായ ആളുകൾക്കാണ് അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. മക്കളെയും അതേപോലെ തന്നെ പേരമക്കളെയും കുറ്റം പറയാൻ പറ്റാത്ത വിധത്തിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ തരത്തിലായിരിക്കുന്നു. എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് പണമുണ്ടാക്കുന്നത്. കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ അല്പസ്വല്പം ഇങ്ങനെയൊക്കെ ചെയ്താലേ കച്ചവടമാവുകയുള്ളൂ എന്ന് ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്ന ലോകത്താണ് ഈ മക്കളും പേരമക്കളും ജീവിക്കുമ്പോൾ. പിന്നെ ആ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആരും കുറ്റം പറയൂല. കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ എന്നുള്ള ഒരു ചിന്ത ലോകത്താകെ പടർന്നു പിടിച്ചിരിക്കുന്നതായ ആ ലോകത്ത് സത്യസന്ധമായി കച്ചവടം ചെയ്താലായിരിക്കും ചിലപ്പോൾ ആളുകൾ ഇദ്ദേഹത്തെ കുറ്റം പറയുക. ഈ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. ഇത്രയൊക്കെ സത്യസന്ധമായി വഞ്ചനയില്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ സാധിക്കുക? അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആവശ്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധിക്കുക? ഭാര്യയുടെയും മക്കളുടെയും പരാതികൾ ഒരിക്കലും തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ജനങ്ങൾ ചോദിക്കും. എന്തിൻ്റെ പേരിൽ? കള്ളത്തരം ചെയ്യാത്തതിൻ്റെ പേരിലാണ് കുറ്റപ്പെടുത്തൽ. ഇതേപോലെ ഈ അടുത്ത കാലത്തൊരു അനുഭവം, ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പിതാവ് അറിയപ്പെട്ട ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പഴയ ഒരു വൈദ്യനാണ്. ഈ ഡോക്ടർ അതേ രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. പിതാമഹനായ വൈദ്യനായ പിതാമഹൻ, അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി സേവനമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി പണമുണ്ടാക്കലല്ല. പണം താനേ വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത്. കൂടുതൽ പണമൊന്നും അദ്ദേഹം വാങ്ങുകയില്ല. ആവശ്യമില്ലാത്ത മരുന്നുകൾ അദ്ദേഹം എഴുതുകയില്ല. ആവശ്യമില്ലാത്ത ടെസ്റ്റുകളൊന്നും അദ്ദേഹം എഴുതുകയില്ല. ഓപ്പറേഷനുകൾ നിശ്ചയിക്കുകയില്ല. ഫീസുകൾ കൂടുതൽ വാങ്ങുകയില്ല. ഇങ്ങനെ ജീവിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ മകനും ഏതാണ്ട് അങ്ങനൊക്കെ തന്നെ, പേരമകനും അതേ രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരായിരിക്കുന്ന ഒരൊറ്റ ഡോക്ടർമാരും ഇദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് വരുന്നത് അദ്ദേഹം കാണുന്നില്ല. ഈ രീതിയിൽ ഈ ഡോക്ടർ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുകയാണ്. ഒരു ഡോക്ടറായിട്ടും ഇങ്ങനെയൊന്നും സമ്പാദിക്കാൻ സാധിക്കാത്ത നീയൊക്കെ എന്തിനാണ് ഈ ഡോക്ടർ പണി, വലിയ സംഖ്യ ചെലവഴിച്ച് ഡോക്ടറായി ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള പരിഹാസം അദ്ദേഹം കേൾക്കുകയാണ്. ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളുടെ പിന്തുണ ഈ പരിഹസിക്കുന്ന ആൾക്ക് ഉണ്ട്. ലോകത്തുള്ള എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗം ആളുകളും അവർക്കറിയുന്ന ലോകത്തെ സംബന്ധിച്ച് അവർ തന്നെ പറയാം. കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ എന്തെങ്കിലും സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഡോക്ടർമാരെ മൊത്തം കുറ്റം പറയുകയില്ല. ഒരാൾ പറഞ്ഞ അനുഭവം അത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുക. അപ്പോൾ ഒരു അല്പസ്വല്പമൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാലല്ലേ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതായ ആ ലോകത്ത് സ്വാഭാവികമായും യുവാക്കളായ ഡോക്ടർമാരും യുവതികളായ ഡോക്ടർമാരുമൊക്കെ ആ വലയിൽ പെട്ടുപോകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവർ തെളിവായി പറയുന്ന കാര്യം. ലോകത്തിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ ബഹുഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് കൊണ്ട് അതൊരു തെറ്റല്ലാതെ മാറിയിരിക്കുന്നു. അതൊരു തെറ്റായിട്ട് ഇപ്പോൾ കാണേണ്ടതില്ല എന്നുള്ള തരത്തിലേക്ക് ലോകം മുഴുവൻ പറയുന്നു എന്നുള്ള ആ തെളിവിൻ്റെ ആ വാചകം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായ ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം, ആ സത്യത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതായ ആളുകളുടെ മുമ്പിൽ സത്യത്തെ വക്രീകരിച്ചുകൊണ്ട് അതിനെ മോശമാക്കിക്കൊണ്ട് ഒരല്പസ്വല്പമൊക്കെ അതിൻ്റെ കളവിൻ്റെ മേമ്പൊടികൾ ചേർത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം ധാരാളമായി വർദ്ധിക്കുമ്പോൾ നമ്മൾ വഞ്ചിതരാവരുത്.
കൂടുതൽ ആളുകളും അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ, നമ്മുടെ മനസ്സിൽ ഉറപ്പുള്ള സത്യങ്ങൾ, ആ സത്യങ്ങളെ തെറ്റായിട്ട് നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കരുത്. ലോകം ചിലപ്പോൾ അസത്യത്തിൻ്റെ കൂടെയായിരിക്കും. ഇവിടെയാണ് നമ്മൾ സത്യവാഹകരായ ആളുകളെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരു സുന്നത്തുകൾ, അത് അവസാന കാലഘട്ടത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് കൈകൊണ്ട് പിടിക്കാനോ ഒന്നും നമുക്ക് സാധിക്കൂല. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ മാത്രമേ ആ സത്യത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടി ശ്രമിക്കുന്നതായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് വാഗ്ദാനം ചെയ്തത്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലത്ത് യുദ്ധത്തിന് പോയി യുദ്ധക്കളത്തിൽ ഷഹീദായി മരിക്കുന്ന ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കളിൽ 100 ആളുകൾ ശുഹദാക്കളാകുമ്പോൾ അവർക്ക് 100 ആളുകൾക്കും കൂടി ലഭിക്കുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലമാണ് അവസാന നാളിൽ ഈ ചര്യ പിൻപറ്റാൻ വേണ്ടി, സത്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്തരം പരിഹാസങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിന്നുകൊണ്ട് സത്യത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കുള്ളത് എന്ന് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ അവസാനത്തിൽ നമുക്ക് ദുആ ചെയ്യാനുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളായ ആളുകളും വളരെയധികം പല വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളും മനസ്സിൽ പലതരത്തിലുള്ള മുറാദുകൾ വെച്ച ആളുകളും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ദുആ ചെയ്തിട്ടുണ്ടാവും. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയും എല്ലാം ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ അവസാനത്തിൽ ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഈ പള്ളിയിൽ നടക്കുന്ന ഇന്നലെയും ഇന്നുമായി നടന്നതായ പരിപാടികൾ, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം നടക്കുന്ന ഭക്ഷണ വിതരണങ്ങൾ, ഇതിനെല്ലാം വേണ്ടി സഹായിച്ച ആളുകൾക്കും ആ സേവനങ്ങൾക്കുമെല്ലാം അല്ലാഹു തആല അർഹമായ ജസ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഔദ്യോഗികമായി ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.